എല്ലാവർക്കും നമസ്കാരം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ 3-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഭാഗങ്ങൾക്കും നൽകിയ സ്വീകരണത്തിന് നന്ദി. രണ്ടാമത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പലരും ഇനിയും കണ്ടു തീർത്തിട്ടില്ല. കാണാനുള്ളവർ വേഗം കണ്ടു തീർക്കുക. ഇന്ന് 3-ാമത്തെ ഭാഗമാണ്. തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2019 ജൂൺ മാസത്തിൽ നടന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PSCയുടെ ചോദ്യപേപ്പറിന്റെ ഡിസ്കഷനാണ് നടക്കുന്നത്. 50 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് മുതൽ അടുത്ത ചോദ്യം തുടങ്ങുകയാണ്. 51ാമത് ചോദ്യം മുതൽക്ക്. 51ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. സെലക്ഷൻ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ ഇംപ്രൂവിംഗ് ബോഡി വെയ്റ്റ്. അതായത് നമ്മൾ ഒരു ആനിമലിനെ ബോഡി വെയ്റ്റ് കിട്ടുന്ന നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതായത് ബോഡി വെയ്റ്റ് ആണ് നമ്മുടെ മുൻഗണന, അല്ലെങ്കിൽ ബോഡി വെയ്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മെത്തേഡ് ഓഫ് സെലക്ഷൻ ഏത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോഡി വെയ്റ്റ്, എഗ് പ്രൊഡക്ഷൻ, ദെൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഇത് മൂന്നും ഹൈലി ഹെറിറ്റബിൾ ട്രേറ്റ്സ് ആണ്. അതായത് പാരൻസിന് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഓസ്പ്രിങ്സിനും ലഭിക്കുന്നു. അത്തരത്തിലുള്ള ട്രേറ്റുകളെയാണ് നമ്മൾ ഹൈലി ഹെറിറ്റബിൾ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി ഹെറിറ്റബിൾ ട്രേറ്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത്തരത്തിലുള്ള സെലക്ഷൻ അപ്പോൾ ഏതായിരിക്കും? ഇൻഡിവിജ്വൽ സെലക്ഷൻ. ബ്രോയിലേഴ്സിന്റെ മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തത് ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഇൻഡിവിജ്വൽ സെലക്ഷൻ. അപ്പോൾ ബോഡി വെയ്റ്റ് ചോദിച്ചാലും ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ്, എഗ് പ്രൊഡക്ഷൻ ചോദിച്ചാലും ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ്, കൂടാതെ മിൽക്ക് പ്രൊഡക്ഷൻ ചോദിച്ചാലും ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള സെലക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനായിട്ട് നമ്മുടെ ബ്രീഡിംഗ് എന്ന ചാപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള സ്ലൈഡുകൾ കാണുക. നമുക്കൊന്ന് സൂചിപ്പിച്ച് പോകാം. പ്രോജനി ടെസ്റ്റിങ്ങും ഫാമിലി സെലക്ഷനും പെഡിഗ്രി സെലക്ഷനും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാല് മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് റാൻഡം സെലക്ഷൻ. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ജസ്റ്റ് കാണുന്ന, ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ സെലക്ട് ചെയ്യുന്ന രീതിയാണ് റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ ആനിമൽസിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു സെലക്ഷന്റെ ഭാഗമായിട്ട്. അടുത്ത മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ സെലക്ഷൻ. ഇവിടെ നമ്മൾ ഹൈലി ഹെറിറ്റബിൾ ട്രേറ്റ്സിനാണ് മുൻഗണന നൽകുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് പെഡിഗ്രി സെലക്ഷൻ എന്നത്. പെഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രീവിയസ് ജനറേഷന്റെ ക്വാളിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്യുന്ന രീതിയാണ് പെഡിഗ്രി സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെലക്ഷൻ മെത്തേഡ് പോസിബിൾ ആവുക എപ്പോൾ മാത്രമാണ്? ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ, റെക്കോർഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈ ഒരു മെത്തേഡ് ഓഫ് സെലക്ഷൻ സാധാരണയായിട്ട് പശുക്കുട്ടികളെ സെലക്ട് ചെയ്യാനും പ്രധാനമായിട്ടും മിൽക്ക് പ്രൊഡക്ഷൻ എന്ന ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന സമയത്ത്, മിൽക്ക് പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് നമ്മൾ പശുക്കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്താണ് പെഡിഗ്രി സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് ഫാമിലി സെലക്ഷൻ. പെഡിഗ്രി സെലക്ഷന്റെ മറ്റൊരു മെത്തേഡ് തന്നെയാണ് ഫാമിലി സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഫാമിലി സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്, ആ ഒരു പർട്ടിക്കുലർ ഫാമിലിയിൽ നിന്നുമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ക്വാളിറ്റി ആ മെമ്പേഴ്സിന് എല്ലാവർക്കും ഉണ്ടാകും എന്ന ധാരണയോടുകൂടി നടത്തുന്ന സെലക്ഷന് പറയുന്ന പേരാണ് ഫാമിലി സെലക്ഷൻ. അടുത്ത മെത്തേഡാണ് പ്രോജനി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമ്മൾക്ക്
ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രീഡിങ്സ് നിങ്ങൾക്ക് കാണാം. പ്രോജനി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് സാധാരണയായിട്ട് ബുൾസിനെ സെലക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ബ്രീഡിംഗ് ബുൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രോജനി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചോദ്യം, ഓൺ തിയററ്റിക് കൺസിഡറേഷൻ ക്രോസിംഗ് ഓഫ് ഇന്ത്യൻ കൗ വിത്ത് എക്സോട്ടിക് ബുൾ ഈസ്. തിയററ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ക്രോസിംഗ് ഓഫ് ഇന്ത്യൻ കൗ വിത്ത് എക്സോട്ടിക് ബുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രാക്ടിക്കൽ കൺസിഡറേഷൻ അല്ല ചോദ്യം ഇവിടെ പറയുന്നത്, തിയററ്റിക്കലി ആണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഔട്ട് ക്രോസിംഗ് അല്ല. ക്രോസ് ബ്രീഡിംഗ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ അതല്ല ഉത്തരം. അതിന് കാരണം എന്താണെന്ന് നമുക്ക് പറയാം. ഗ്രേഡിംഗ് അപ്പ് ആണോ? അല്ല. പിന്നെന്താണ് ഉത്തരം? സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ ആണ് ഉത്തരം. അതിന് കാരണം എന്താണ് സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ എന്ന് നമുക്ക് ആദ്യം അറിയണം. ഇറ്റ്സ് ദ മേറ്റിംഗ് ബിറ്റ്വീൻ ആനിമൽ ഓഫ് ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള മേറ്റിങ്ങിനെയാണ് നമ്മൾ സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ്. ശരിയാണ്. ഇന്ത്യൻ ബ്രീഡ് ഓഫ് കൗവിൻ്റെ സ്പീഷീസ് നെയിം എന്താണ്? ബോസ് ഇൻഡിക്കസ്. എക്സോട്ടിക് ബുള്ളിൻ്റെ എന്തായിരിക്കും സയന്റിഫിക് നെയിം? ബോസ് ടോറസ് എന്നാണ്. സ്വാഭാവികമായിട്ടും അത് രണ്ട് സ്പീഷീസ് ആണ്. എന്നാൽ സാധാരണയായിട്ട് സ്പീഷീസ് ഹൈബ്രിഡൈസേഷനിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് സ്പീഷീസ് തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഓസ്പ്രിങ്സിന് സ്റ്റെറൈൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബോസ് ടോറസും ബോസ് ഇൻഡിക്കസും തമ്മിലുള്ള ക്രോസിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പശുക്കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നാൽ ബാക്കിയുള്ള ജീവികൾ തമ്മിലുള്ള സ്പീഷീസ് ഹൈബ്രിഡൈസേഷന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഓസ്പ്രിങ്സിന് സ്റ്റെറിലിറ്റി കോമൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ തിയററ്റിക്കൽ കൺസെപ്റ്റിൽ ക്രോസിംഗ് ഓഫ് ഇന്ത്യൻ കൗ വിത്ത് എക്സോട്ടിക് ബുൾ എന്ന് പറയുന്നത് സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ എന്ന കാറ്റഗറിയിലും പ്രാക്ടിക്കൽ കൺസെപ്റ്റിൽ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലും ഇട്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരം എന്താണ്? സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഔട്ട് ക്രോസിംഗ്? ഔട്ട് ക്രോസിംഗ് എന്ന് വെച്ചാൽ യാതൊരു ജനറ്റിക് റിലേഷനും ഇല്ലാത്ത സെയിം ബ്രീഡുകൾ തമ്മിലുള്ള ക്രോസിങ്ങിനെ പറയുന്ന പേരാണ് ഔട്ട് ക്രോസിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്താണ്? ലോക്കൽ നോൺ ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള കാറ്റിൽസിനെ വെൽ ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള മറ്റ് ബ്രീഡുകൾ തമ്മിലുള്ള ക്രോസിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ലോക്കൽ കാറ്റിലിനെ എക്സോട്ടിക് ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയും നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുമെങ്കിലും ടു ഡിഫറെന്റ് ബ്രീഡുകൾ തമ്മിലുള്ള ക്രോസിങ്ങിനാണ് യഥാർത്ഥത്തിൽ ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. അതാണ് നമുക്കൊരു സംശയം തോന്നാൻ കാരണം. യഥാർത്ഥത്തിൽ ക്രോസ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മേറ്റിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ടു ഡിഫറെന്റ് ബ്രീഡ്സ്. അതായത് HFും ജേഴ്സിയും തമ്മിലുള്ള ക്രോസും സാഹിവാളും സിന്ധിയും തമ്മിലുള്ള ക്രോസും എല്ലാം ക്രോസ് ബ്രീഡിംഗ് ആണ്. എന്നാൽ നമ്മളിവിടെ എക്സോട്ടിക് ബ്രീഡുമായിട്ടുള്ള ലോക്കൽ ബ്രീഡിനെയും ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നതിന് കാരണം അവിടെ സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാത്തതിനാലാണ്. ഗ്രേഡിംഗ് അപ്പ് എന്താണ്? ഗ്രേഡിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ തദ്ദേശീയ ഇനം പശുക്കളിൽ തന്നെ ലോക്കലായി കാണുന്ന നോൺ ഡിസ്ക്രിപ്റ്റ് ബ്രീഡിനെ തദ്ദേശീയ ഇനത്തിലുള്ള ഹൈ ക്വാളിറ്റി ബുള്ളുമായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഗ്രേഡിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അനിമൽസിനെ ഗ്രേഡഡ് അനിമൽ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ സിന്ധിയുമായിട്ടാണ് ക്രോസിംഗ് ചെയ്യുന്നതെങ്കിൽ ഗ്രേഡഡ് സിന്ധി, ഗിറുമായിട്ടാണെങ്കിൽ ഗ്രേഡഡ് ഗിർ എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം, നോർമൽ കളർ ഓഫ് ബുൾ സെമൻ ഈസ്. ബുൾ സെമന്റെ നോർമൽ കളർ എന്താണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? സ്പാർക്ലിംഗ് വൈറ്റ്, യെല്ലോയിഷ് വൈറ്റ്, ഡൾ വൈറ്റ് ആൻഡ് സ്നോ വൈറ്റ്. അപ്പൊ ഇതിൽ ഉത്തരം എന്തായിരിക്കും? നമ്മൾ സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്ത്
വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെമൻ അനാലിസിസിൽ വോളിയം, കളർ ആൻഡ് ഡെൻസിറ്റി ഓഫ് സെമൻ നമ്മൾ നോക്കാറുണ്ട്. അതിൽ വോളിയം എന്ന് പറയുന്നത് 3 മുതൽ 4 ml, കളർ ഡൾ വൈറ്റും, ഒപ്പേക്ക് ആയിട്ടുള്ള ഡെൻസിറ്റിയും, കോൺസെൻട്രേഷൻ ഓഫ് ബുൾസെമൻ എന്ന് പറയുന്നത് 300 to 2500 മില്യൺ പെർ ml ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ സെമനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. യെല്ലോയിഷ് വൈറ്റ്, സ്പാർക്ലിംഗ് വൈറ്റ്, സ്നോ വൈറ്റ്, ഈ 3 എണ്ണവും നമ്മൾ റിജക്റ്റ് ചെയ്യാറാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഡൾ വൈറ്റ്. നോർമൽ കളർ ഓഫ് ബുൾസെമൻ ഈസ് ഡൾ വൈറ്റ്. അടുത്ത ചോദ്യം, ദ ഡൈലുവന്റ് യൂസ്ഡ് ഫോർ ഫ്രോസൺ സെമൻ. ഫ്രോസൺ സെമൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദീർഘകാലം, വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കുന്ന രീതിയാണ് ഫ്രോസൺ സെമൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫ്രോസൺ സെമൻ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളെ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. ഫ്രോസൺ സെമൻ എന്ന് പറയുന്ന സമയത്ത് യാതൊരു കാരണവശാലും സൂക്ഷിച്ചിരിക്കുന്ന സെമനിനകത്തുള്ള സ്പേംസ് ഒരു കാരണവശാലും നശിച്ചു പോകരുത്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഡൈലുവന്റ് ഏത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? എഗ് യോക്ക് സിട്രേറ്റ്, ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ, കാപ്രോജൻ എക്സ്റ്റെൻഡർ ആൻഡ് കോക്കനട്ട് മിൽക്ക് എക്സ്റ്റെൻഡർ. ഡിഫറെന്റ് എക്സ്റ്റെൻഡേഴ്സ്, അതിന്റെ ഫങ്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ സ്ലൈഡ് പോയി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ ആണ് സാധാരണയായിട്ട് നമ്മൾ ഫ്രോസൺ സെമന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ദീർഘകാലത്തേക്ക് പോളിവിനൈൽ സ്ട്രോയിൽ, അതായത് പ്ലാസ്റ്റിക് സ്ട്രോയിൽ എളുപ്പത്തിൽ നിറയ്ക്കാനും സൂക്ഷിച്ചു വെക്കാനും ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നറിൽ അഥവാ ക്രയോ പ്രിസർവേഷൻ മെത്തേഡിലും സൂക്ഷിച്ചു വെക്കാനും പറ്റിയ ഒരു ഡൈലുവന്റ് ആണ് ട്രിസ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എഗ് യോക്ക് സിട്രേറ്റ് ആണോ എന്ന് സംശയം വരും. ഇവിടെ നമ്മൾ എഗ് യോക്ക് സിട്രേറ്റ് ഈ 3 കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ദീർഘകാലം പ്ലാസ്റ്റിക് സ്ട്രോയിൽ സൂക്ഷിച്ചു വെക്കണം എന്നതുകൊണ്ടാണ് ട്രിസ് ഗ്ലിസറോൾ കൂടെ ആഡ് ചെയ്യുന്നത്. ഇതിന്റെ കമ്പോസിഷൻ നിങ്ങൾക്ക് ഈ ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും. ട്രിസ്, സിട്രിക് ആസിഡ്, ഫ്രക്ടോസ്, ഗ്ലിസറോൾ, പെനിസിലിൻ, ഡൈഹൈഡ്രോക്സി സ്ട്രെപ്റ്റോമൈസിൻ, ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് എഗ് യോക്ക്. ഇത്രയുമാണ് ഇതിലുള്ള മെയിൻ കമ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ. ബാക്കിയുള്ള എഗ് യോക്ക് സിട്രേറ്റും കാപ്രോജൻ എക്സ്റ്റെൻഡറും കോക്കനട്ട് മിൽക്ക് എക്സ്റ്റെൻഡറും കുറച്ച് നാളത്തേക്ക് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റിയ മാർഗമാണ്. ദീർഘനാളത്തേക്ക് അഥവാ ഫ്രോസൺ സെമൻ എന്ന കൺസെപ്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡർ ആണ് കോമൺ ആയിട്ടും ഉപയോഗിക്കുന്നത്. സെമൻ പ്രിസർവേഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഒരു ചാർട്ട് രൂപത്തിൽ തന്നിരിക്കുന്നു. എളുപ്പത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാം. സെമൻ പ്രിസർവേഷൻ 3 രീതിയിലാണ് ചെയ്യപ്പെടുന്നത്. ചിൽഡ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ മെത്തേഡ്, റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ആൻഡ് ഡീപ് ഫ്രീസിംഗ് മെത്തേഡ്. ഇതിൽ ചിൽഡ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എഗ് യോക്ക് സിട്രേറ്റ് മാത്രം ഉപയോഗിക്കുന്നത്. ദെൻ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് കോക്കനട്ട് മിൽക്ക് എക്സ്റ്റെൻഡറും ഡീപ് ഫ്രീസിംഗ് മെത്തേഡിൽ സൂക്ഷിക്കാനായിട്ട് ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡറുമാണ് ഉപയോഗിക്കുന്നത്. ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡറിൽ എഗ് യോക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനായിട്ട്. സെമൻ പ്രിസർവേഷനിൽ എഗ് യോക്ക് സിട്രേറ്റ് ആണ് ഡൈല്യൂവന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ 2 മുതൽ 3 ദിവസത്തേക്കും, റൂം ടെമ്പറേച്ചറിൽ കോക്കനട്ട് മിൽക്ക് എക്സ്റ്റെൻഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 മുതൽ 7 ദിവസത്തേക്കും, ട്രിസ് ഗ്ലിസറോൾ എക്സ്റ്റെൻഡറിൽ ഡീപ് ഫ്രീസിംഗ് മെത്തേഡ് അഥവാ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് കുറച്ച് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും സെമൻ. അടുത്ത ചോദ്യം, സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ ഇൻ കൗ. കൗവിൽ ഇൻസെമിനേഷൻ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്ലൈഡ് കാണുക. ഇൻസെമിനേഷന്റെ സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെർട്ടിലിറ്റി അഷ്യൂർ ചെയ്യാനായിട്ട്.
അപ്പോൾ ഇതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മിഡ് സെർവിക്സ്, യൂട്ടറൈൻ കോർന്യൂവ, ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് വജൈന. ഏതാണ് ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മിഡ് സെർവിക്സ്, മിഡ് ഓഫ് സെർവിക്സ്, യൂട്രൈൻ കോർന്യൂവ, ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് വജൈന. എവിടെയായിരിക്കണം? ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് സർവൈക്കൽ റീജിയനിലാണ്, സെർവിക്സിന്റെ മിഡ് റീജിയനിലാണ് AA ഗൺ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതും ഇൻസെമിനേറ്റ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? മിഡ് സെർവിക്സ്. മിഡ് സെർവിക്സിൽ ഇൻസെമിനേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസേഷൻ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓവം റിലീസ് ചെയ്യപ്പെട്ട് ഫലോപ്പിയൻ ട്യൂബ് എത്തുമ്പോഴേക്കും മാത്രം സെമൻ അവിടെ എത്തിയാൽ മതി, സെമൻ അഥവാ സ്പേംസ് അവിടെ എത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ മിഡ് ഓഫ് സെർവിക്സിലാണ് സാധാരണഗതിയിൽ ഇൻസെമിനേഷൻ ചെയ്യപ്പെടേണ്ടത്. 2 കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ, ദെൻ ടൈം ഓഫ് ഇൻസെമിനേഷൻ. സൈറ്റ് ഓഫ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡ് ഓഫ് സെർവിക്സ്, അതല്ലെങ്കിൽ ഇൻ ടു ദ ബോഡി ഓഫ് യൂട്രസ്. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്കിലും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മിഡ് ഓഫ് സെർവിക്സ് ആണ്. കൂടാതെ അതിന്റെ ടൈം എന്ന് പറയുന്നത് ഈസ്ട്രസ് തുടങ്ങി 12 മുതൽ 16 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ചെയ്താൽ മതിയാകും. അതാണ് നമ്മൾ പറഞ്ഞത്. ഹീറ്റ് സൈൻ രാവിലെ കാണിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ വൈകിട്ട് കഴിഞ്ഞാൽ അതിരാവിലെ 12 to 16 hours ഈസ്ട്രസ് സ്റ്റാർട്ട് ചെയ്ത് 12 to 15 hours ഉള്ളിൽ നമ്മൾ എന്തു ചെയ്യണം? ഇൻസെമിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, which of the following is not true about rectovaginal method of AA compared to speculum method? ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. നോട്ട് ട്രൂ എന്നാണ്, ശരി അല്ല. റെക്ടോവജൈനൽ മെത്തേഡ് ഓഫ് AA കമ്പയർ ചെയ്യുമ്പോൾ സ്പെക്കുലം മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പെക്കുലം മെത്തേഡിന്റെ ഗുണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്ടോവജൈനൽ മെത്തേഡ് ഓഫ് AA വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്പെക്കുലം മെത്തേഡിന്റെ ഗുണം എന്ത്? അഥവാ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ആ റെക്ടോവജൈനൽ മെത്തേഡിന്റെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ലെസ് ഡിസ്റ്റർബൻസ് ടു ആനിമൽ, pregnancy can be ruled out before AI, change of injury to genital tract will be less, can be done in small animal easily. ഇതിൽ പറഞ്ഞിരിക്കുന്ന ABC എന്ന ഓപ്ഷൻസ് RV അഥവാ റെക്ടോവജൈനൽ മെത്തേഡ് ഓഫ് ഇൻസെമിനേഷന്റെ ഗുണം തന്നെയാണ്. ഇതിൽ റെക്ടോവജൈനൽ മെത്തേഡിൽ വരാത്ത ഒരേ ഒരു സെന്റൻസേ ഉള്ളൂ. എന്താണത്? ക്യാൻ ബി ഡൺ ഇൻ സ്മോൾ ആനിമൽസ് ഈസിലി. അതായത് റെക്ടോവജൈനൽ മെത്തേഡ് ഒരു കാരണവശാലും സ്മോൾ ആനിമൽസിൽ പോസിബിൾ അല്ല. സ്മോൾ ആനിമൽസിൽ പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? വജൈനൽ സ്പെക്കുലം മെത്തേഡാണ്. അപ്പോൾ ഇതിലെ ഉത്തരം എന്താണ്? ക്യാൻ ബി ഡൺ ഇൻ സ്മോൾ ആനിമൽ ഈസിലി എന്ന പ്രസ്താവന റെക്ടോവജൈനൽ മെത്തേഡിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് തെറ്റാണ്. ബാക്കിയുള്ള 3 മെത്തേഡ്സും റെക്ടോവജൈനൽ മെത്തേഡിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അടുത്ത ചോദ്യം, ദ ടൈപ്പ് ഓഫ് പ്ലാസെന്റ ഇൻ സോ ഈസ്. പന്നികളിൽ കാണുന്ന മെത്തേഡ് ഓഫ് പ്ലാസെന്റ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കോട്ടിലിഡിനറി, ഡിസ്കോയിഡ്, സോണറി ആൻഡ് ഡിഫ്യൂസ്. കോട്ടിലിഡിനറി, ഡിസ്കോയിഡ്, സോണറി ആൻഡ് ഡിഫ്യൂസ് ടൈപ്പ് പ്ലാസെന്റ. അപ്പോൾ എന്താണ് കോട്ടിലിഡിനറി ടൈപ്പ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പശുക്കളിൽ കാണുന്ന ടൈപ്പ് ഓഫ് പ്ലാസെന്റയാണ് കോട്ടിലിഡിനറി ടൈപ്പ് എന്ന് പറയുന്നത്. ഡിസ്കോയിഡ് പ്ലാസെന്റ സാധാരണഗതിയിൽ ഹ്യൂമൺ, ഏപ്സ്, മങ്കീസ്, റോഡൻസ് എന്നിവയിൽ കാണുന്നതാണ്. സോണറി പ്ലാസെന്റയുടെ പ്രത്യേകത സാധാരണയായിട്ട് ഡോഗ്, കാറ്റ്, ഫെററ്റ് തുടങ്ങിയിട്ടുള്ള കാർണിവോറസ് മാമൽസിൽ കാണുന്ന ടൈപ്പ് ഓഫ് പ്ലാസെന്റയാണ് സോണറി ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ഡിഫ്യൂസ് ടൈപ്പ് പ്ലാസെന്റയാണ് ഹോഴ്സസിലും പിഗിലും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്?
ഡിഫ്യൂസ് ടൈപ്പ് പ്ലാസന്റ. ഓരോ ടൈപ്പ് ഓഫ് ആനിമൽസിലും കാണുന്ന പ്ലാസന്റ ടൈപ്പ് നിർബന്ധമായും പഠിക്കണം. അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാറ്റിലിൽ കാണുന്ന പ്ലാസന്റയുടെ ടൈപ്പ് നമുക്കൊന്നുകൂടെ ഓർത്തെടുക്കാം. കോട്ടിലിഡറി ടൈപ്പ് പ്ലാസന്റയാണ് കാണപ്പെടുന്നത്. മെറ്റേണൽ ഭാഗത്ത് നിന്നും എന്താണ് കാണുക? മെറ്റേണൽ കാരങ്കിൾസും ഫീറ്റലിന്റെ ഭാഗത്ത് നിന്നും ഫീറ്റൽ കോട്ടിലിഡൻസുമാണ് കാണപ്പെടുക. രണ്ടും കൂടിച്ചേർന്നിട്ട് എങ്ങനെയാണോ പ്രസ് ബട്ടണിൽ ആക്ട് ചെയ്യുന്നത് അതുപോലെ ബട്ടന് ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന പോലെയാണ് പ്ലാസന്റോംസ് എന്ന് പറയുന്ന പെക്യൂലിയർ സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത് കാറ്റിലുള്ള പ്ലാസന്റ. അപ്പോൾ പ്ലാസന്റ ഇൻ കാറ്റിൽ ഇസ് കോൾഡ് കോട്ടിലിഡനറി. കോട്ടിലിഡൻസ് ഫീറ്റൽ സൈഡിൽ നിന്നും കാരങ്കിൾസ് മെറ്റേണൽ സൈഡിൽ നിന്നുമാണ് കാണപ്പെടുന്നത്. രണ്ടും കൂടെ പറ്റിച്ചേർന്ന് പ്ലാസന്റോംസ് എന്ന് പറയുന്ന പെക്യൂലിയർ സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സർവീസ് പീരീഡ് എന്നാണ് ചോദ്യം. സർവീസ് പീരീഡ് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? The time taken for gravid uterus to return to non-gravid stage after parturition. പ്രസവത്തിന് ശേഷം നോർമൽ സ്റ്റേജിലേക്ക് യൂട്രസ് വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണോ? The period from a parturition to next successful insemination. പ്രസവത്തിന് ശേഷം അടുത്ത ഇൻസെമിനേഷൻ വരെയുള്ള സമയത്തെയാണോ പറയുന്നത്? The period between two successive parturition. രണ്ട് പാർച്ചുറേഷൻ തമ്മിലുള്ള ഇടവേളകളെയാണോ പറയുന്നത്? അടുത്തത് the period from drying up of milking to parturition. വറ്റുകറവ എന്നത് മുതൽ പാർച്ചുറേഷൻ പ്രസവം വരെയുള്ള കാലഘട്ടത്തെയാണോ സർവീസ് പീരീഡ് എന്ന് പറയുന്നത്? ഏതായിരിക്കും ഉത്തരം? പ്രസവത്തിന് ശേഷം അടുത്ത സക്സസ്ഫുൾ ഇൻസെമിനേഷന് എടുക്കുന്ന സമയം വരെയുള്ള മാക്സിമം പ്രൊഡക്റ്റീവ് പീരീഡിനെയാണ് നമ്മൾ സർവീസ് പീരീഡ് എന്ന് പറയുന്നത്. മറ്റ് ടേംസ് അറിയേണ്ടതാണ്. ഒന്നാമത്തേത് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവ്വസ്ഥിതിയിലേക്ക്, യൂട്രസിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന കാലഘട്ടത്തെയാണ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. ദെൻ സർവീസ് പീരീഡ് ആണ് നമ്മൾ പറഞ്ഞ ഹീറ്റ് പീരീഡ്. അടുത്ത പ്രസവത്തിന് ശേഷം അടുത്ത ഹീറ്റ് പീരീഡ് വരെയുള്ള ദൈർഘ്യം 45 to 60 days. ഇന്റർ കാവിംഗ് പീരീഡ്, ഒരു പ്രസവത്തിന് ശേഷം അടുത്ത പ്രസവം വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്റർ കാവിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഡ്രൈ പീരീഡ്. ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിക്ക് ശേഷം പ്രസവത്തിന് മുന്നോടിയായിട്ട് കൗവിന് റെസ്റ്റ് കൊടുക്കേണ്ട ദൈർഘ്യത്തെയാണ് നമ്മൾ ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത്. മിനിമം 60 days ആണ് പറയുന്നത്. അടുത്ത ചോദ്യം, which of the following is not involved in embryo transfer technology? ETT എന്നാൽ എന്താണ്? എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയിൽ ഉൾപ്പെടാത്ത സ്റ്റെപ്പ് ഏത്? പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇല്ലാത്തത് ഓപ്ഷൻ ഏതാണ്? എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഇവിടെ ഇല്ലാത്തതുള്ളൂ. പകരമായിട്ടൊരു ഓപ്ഷൻ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, ട്രാൻസ്ഫർ ഓഫ് ഓവ നടക്കുന്നുണ്ടോ? ഇല്ല. ഈസ്റ്റർ സിങ്ക്രണൈസേഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഇൻസെമിനേഷൻ ഓഫ് ഡോണർ ഉണ്ടോ? ഉണ്ട്. സൂപ്പർ ഓവുലേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ട്രാൻസ്ഫർ ഓഫ് ഓവ. എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക് ഓഫ് ട്രാൻസ്ഫറിങ് എംബ്രിയോ ഫ്രം എ സുപ്പീരിയർ കൗ ടു എ നമ്പർ ഓഫ് റെസിപ്പിയന്റ് കൗസ്. എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്, ഓവാസ് അല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ട്രാൻസ്ഫർ ഓഫ് ഓവ. എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്പേം ബുള്ളിൽ നിന്നും ഹൈ ഈൽഡിംഗ്
ഡയറി ഹെർഡിൽ നിന്നുള്ള ബുള്ളിൽ നിന്നും സ്പേം കളക്ട് ചെയ്യുന്നു. കവിനെ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേറ്റ് ചെയ്യപ്പെടുന്ന കവില് ഒന്നിൽ കൂടുതൽ സൈഗോട്ടിന്റെ അല്ലെങ്കിൽ എംബ്രിയോസിന്റെ ഉൽപാദനം നടക്കുന്നു ബൈ സൂപ്പർ ഓവുലേഷൻ. ഇനി ഓരോ എംബ്രിയോസിനെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈസ്ട്ര സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്ന ഫോസ്റ്റർ മദറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 60ാമത് ചോദ്യം, chances of infertility due to anatomical causes may be minimized. ഇൻഫെർട്ടിലിറ്റി അനാറ്റമിക്കൽ കോസ് മൂലം ഉണ്ടാവുന്നത് തടയുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രീതികൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നമ്മൾ പ്രിവെൻഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്ന ഭാഗത്ത് നമ്മൾ അതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൽ എടുക്കേണ്ട മുൻകരുതലുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ട്രൈ ടു അവോയ്ഡ് ഇൻബ്രീഡിംഗ്, then provide nutritious food, use proper measures for control diseases and follow accurate management practices. എന്നാൽ കൺജനിറ്റൽ അനാറ്റമിക്കൽ പ്രോബ്ലംസ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രീതി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻബ്രീഡിംഗ് രീതികൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ്. അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആനിമൽസ് തമ്മിലുള്ള ബ്രീഡിംഗ് ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്തെങ്കിലും ജനറ്റിക് ഡിഫോമിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺജനറ്റിക്കൽ അനാറ്റമിക്കൽ പ്രോബ്ലംസ് എളുപ്പത്തിൽ പശുക്കുട്ടികളിൽ വരാം. ഇത് തടയുന്നതിനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഇൻബ്രീഡിംഗ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? അവോയ്ഡിങ് ഇൻബ്രീഡിംഗ്. 61ാമത്തെ ചോദ്യം നോക്കൂ. അൺബോൺ കാഫ് ഓഫ് ഡയറി കാറ്റിൽ അറ്റൈൻ മാക്സിമം ഗ്രോത്ത് റേറ്റ്. അതായത് പ്രസവിക്കാത്ത അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന മാസങ്ങൾ ഏത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം. ടൈം ഓഫ് കാവിംഗ്, പ്രസവിക്കുന്ന സമയത്ത്. തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, അവസാന ഘട്ടം, പ്രസവത്തിന്റെ അവസാനത്തെ 3 മാസങ്ങളിൽ. 4 മുതൽ 5 മാസം ആയിരിക്കുന്ന സമയത്ത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിം സെന്റൻസ് തന്നിട്ടുണ്ട്. ഉത്തരം ഇതാണ്. ഏറ്റവും കൂടുതൽ വളർച്ചയും വികാസവും ഉണ്ടാകുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിലാണ്, അഥവാ തേർഡ് ട്രൈമസ്റ്റർ. 3 ട്രൈമസ്റ്റേഴ്സ് കൂടി ചേർന്നതാണ് പ്രസവ കാലഘട്ടം എന്നത്. 1 മുതൽ 3 മാസം വരെ, 3 മുതൽ 6 മാസം വരെ, 6 മുതൽ 9 മാസം വരെ. അപ്പൊ 7, 8, 9 മാസങ്ങളാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നത്. അപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി ആണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പശുക്കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ടു ന്യൂബോൺ കാവ്സ് ക്യാൻ ബി ഗിവൺ ബൈ. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പശുക്കുട്ടികൾക്ക് നൽകേണ്ടത്? അഥവാ പ്രസവിച്ചു കഴിഞ്ഞ് ശ്വസനം നടക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്ന രീതി നമ്മൾ കാഫിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. മാനേജ്മെന്റ് ഓഫ് കാഫ്സ്. എന്തൊക്കെയാണ് മെത്തേഡ്സ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കൂ. ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ചെസ്റ്റ്. ചെസ്റ്റ് റീജിയനിൽ നമ്മൾ 2 കൈയും കൊണ്ടും പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, ആ രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. പുള്ളിങ് ദ ടങ് ജെന്റ്ലി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ലിഫ്റ്റിംഗ് ദ കാഫ് ബൈ ഹോൾഡിംഗ് ഓൺ ലെഗ്സ്. 2 കാലുകളിലും 4 കാലുകളിലും 2 ആള് പൊക്കി തൂക്കിയെടുത്ത് പതുക്കെ ഒന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുന്നതും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെ രീതിയാണ്. ഓൾ ദ എബവ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം ഓൾ ദ എബവ് എന്നായിരിക്കണം. കാരണം ഈ 3 മെത്തേഡും മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തന്നെയാണ്. 63ാമത്തെ ചോദ്യം, ഹാങ്ങിങ് നേവൽ കോഡ് ഓഫ് കാഫ് ഷുഡ് ബി റിമൂവ്ഡ് ബൈ. പശുക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന നേവൽ കോഡ് നീളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. 5 cm away from the body,
tie about 2.5 centimeter away from the body and cut about 1 centimeter below the ligature. Tie about 5 centimeter away from the body and cut about 1 centimeter below the ligature, cutting at the base of the body. ഏത് മെത്തേഡാണ്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നേവൽ കോഡിന്റെ പരിചരണ രീതികൾ കാഫിന്റെ മാനേജ്മെന്റിൽ പറഞ്ഞതാണ്. ഇതിൽ ഉത്തരം എന്തായിരിക്കണം? ശരീരത്തിൽ നിന്നും 2 സെന്റിമീറ്റർ വിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടി അതിന് താഴെ 1 സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടതും അതിലേക്ക് നമ്മൾ ടിഞ്ചർ അയോഡിൻ പുരട്ടേണ്ടതും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? Tie about 2.5 centimeter away from the body and cut about 1 centimeter below the ligature. അപ്പോൾ നമ്മൾ 63 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ഭാഗവും ശ്രദ്ധാപൂർവം കേൾക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദ്യപേപ്പറിന്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.